അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ കുംഭമേള നമ്മൾ മുഴുവൻ ഇന്ത്യയുടെ മാത്രമല്ല മുഴുവൻ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ കേരളത്തിലടക്കമുള്ള പല സ്ഥലത്തുള്ള വളരെ ബുദ്ധിജീവികളെന്ന് പറയപ്പെടുന്ന ആളുകൾ, രാഷ്ട്രീയ രംഗത്തുള്ള ചില ആളുകൾ, ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ചില ഖാർഗെ പോലുള്ള ആളുകൾ, ഇത്തരമുള്ള ആളുകൾ ഈ കുംഭമേളയ്ക്കെതിരായിട്ട് നിരന്തരമായിട്ടുള്ള പ്രസ്താവന. കാരണം കുംഭമേള ആദ്യമായിട്ടൊന്നുമല്ലോ, ഒരു നിരവധി വർഷം തന്നെ നമുക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ പ്രാവശ്യം കുംഭമേളയ്ക്കുള്ള എതിർപ്പ് അതിനുമുമ്പ് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള വലിയൊരു എതിർപ്പ് കുംഭമേളയ്ക്ക് എതിരായിട്ട് വന്നിട്ടുണ്ട്. എന്തായിരിക്കും ശരിക്കും അതിൻ്റെ പിന്നിലൊരു കാരണം? ശരിക്കും എന്താ അതിന് വളരെ ലളിതമായ കാര്യമാണ്. കാര്യം നമ്മുടെ ഇന്ത്യയിൽ ഇപ്പം രാഷ്ട്രീയവും മതവും തമ്മിൽ ഇങ്ങനെ ചേർന്ന് ഇഴപിരിഞ്ഞു പോവുകയും, ഒന്നുകിൽ പിന്നെ മതത്തിനോട് ചേർന്ന് നിന്നിട്ട് രാഷ്ട്രീയം പ്രവർത്തിക്കുക, അതേ സമയത്ത് ആ മതത്തെ അംഗീകരിക്കുകയും മതേതരവുമായിട്ട് ചെയ്യുക. അപ്പം മതമാണ് കേന്ദ്രബിന്ദു. രാഷ്ട്രീയത്തിൻ്റെ ഒരു കേന്ദ്രബിന്ദു ഇന്ന് ഇന്ത്യയിൽ മതമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ മതത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഇപ്പോൾ മതത്തിന് ഏതെങ്കിലും ഒരു അനുകൂല ഘടകത്തെ ഈ ഒരു രാഷ്ട്രീയ കക്ഷി അതിന് അവർക്ക് അനുകൂലമായി നന്നായിട്ട് ഉപയോഗിക്കുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ എതിർക്കാനായിട്ട് സ്വാഭാവികമായിട്ടും മതത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു മതവികാരത്തെ അല്ലെങ്കിൽ അതിനെ പങ്കെടുക്കുന്നവരെയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിൽ ഉള്ള ഉദാഹരണത്തിന് മമതാ ബാനർജി ഉദാഹരണത്തിന് ഉദയനിധിമാരൻ സനാതനധർമ്മം മഹാവിഷമാണ് എന്ന് പറഞ്ഞപ്പോൾ സനാതനധർമ്മത്തിൽ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ആധാരശിലയാണ് സനാതനധർമ്മം എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. അപ്പോൾ ഈ സനാതനധർമ്മം എന്താണ്, സനാതനം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ ഒരിക്കലും മമത ഈ കുംഭമേളയെ മൃത്യു കുംഭ് എന്ന് പറയില്ല. കാര്യം അതിൻ്റെ അജ്ഞത കൊണ്ടാണ് പറയുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ യോഗി ആദിത്യനാഥ് സ്വാഭാവികമായിട്ട് അദ്ദേഹം യോഗി തന്നെയാണ്, സന്യാസി വേഷത്തിലുള്ള മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്രാവശ്യം ഈ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയുടെ പിന്നെ ഒരു വളരെ പ്രചാരത്തിൻ്റെ പശ്ചാത്തലത്തിലും ഒക്കെ ഇപ്രാവശ്യത്തെ കുംഭമേള, അപ്പോൾ ഇതിനകത്ത് തന്നെ 55-56 കോടി ജനങ്ങൾ അവിടെ വന്നിട്ട് പോയി എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 3 കൂടുതൽ ആൾക്കാർ അവിടെ എത്തി. അപ്പോൾ ഇത് യോഗിയുടെ ഒരു വിജയമാകും എന്ന് മമതയും മറ്റുള്ളവരും കാണുന്ന സമയത്ത്, അപ്പോൾ ഈ മതം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും അടിസ്ഥാന ഘടകമായതുകൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അങ്ങനെ വരുന്നത് എന്തുകൊണ്ട് CPM അങ്ങനെ എതിർക്കുന്നില്ലല്ലോ? CPM എതിർക്കാത്തത്, CPMന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPMന് ആകെ ഈ ശബരിമലയിലൊന്ന് തൊട്ടിട്ട് ആകെ കൈപൊള്ളിയിരിക്കുക. അതെ. അപ്പൊ CPMനെ നയിക്കുന്നത് പേടിയാണ്. CPMന്റെ തത്വശാസ്ത്രമാണെങ്കിലും CPMന്റെ തുടക്കം മുതലുള്ള പ്രവർത്തനങ്ങളിൽ പേടിയാണ് അവരെ അടിസ്ഥാനമായിട്ട് നയിക്കുന്നത്. അതായത് ശത്രുവിനെ കാണാതെ അവർക്ക് നിലനിൽപ്പില്ല. അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം തന്നെ വർഗം അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു ശത്രുവിനെ എതിർഭാഗത്ത് കാണാൻ പറ്റത്തില്ല. ശത്രുവിനെ ആര് കാണുന്നു, അത് പ്രസ്ഥാനമായിക്കോട്ടെ വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തി പേടിയിലായിരിക്കും. അപ്പോൾ ആ പേടി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ശബരിമല തൊട്ട് കൈ പൊള്ളി. അപ്പോൾ ഇനി ആവശ്യമില്ലാതെ ഇതിലേക്ക് തൊള്ളേണ്ട ആവശ്യമില്ല. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുസ്ലിങ്ങളുടെ രക്ഷകനായിട്ട് ഭയങ്കര മസിലൊക്കെ ഉള്ള കയ്യൊക്കെ കാണിച്ച് അവരുടെ പ്രചാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുസ്ലിങ്ങളുടെ രക്ഷകരായിട്ട് വരാം എന്ന് വിചാരിച്ചു വന്നു. പക്ഷേ ലോക്സഭയിൽ അത് പ്രയോജനം കണ്ടില്ല. പിന്നീട് അവർ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞ് ആ സമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവർക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുകയും ഒരു ഹിന്ദു സമീപന അല്ലെങ്കിൽ ഹിന്ദു അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. അതെ, വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അതായത് അണികൾ ഒഴുകി BJPയിലേക്ക് പോകുന്നു എന്നവർക്ക് മനസ്സിലാവുന്നു. CPMന്റെ ഈഴവ സമൂഹത്തിൽ നിന്ന് ഭയങ്കര മാറ്റം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ ഹിന്ദു സമുദായത്തിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ തിരിച്ചറിയുകയും ആവശ്യമില്ലാത്തടത്ത് പോയി കൈ പൊള്ളിക്കേണ്ട എന്നുള്ള ധാരണ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അവർ മിണ്ടുന്നില്ല. മറിച്ച് മമതയൊക്കെ അതുപോലെയല്ല. മമത പണ്ടത്തെ പിന്നെ എന്തായിരുന്നു CPMനെ നയിച്ചിരുന്ന വൈകാരികത, ആ വൈകാരികത അടിച്ചു മാറ്റിയിട്ടാണ് മമത തൻ്റെതായ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ച് ഇപ്പം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമാനമായിട്ടുള്ള എനിക്ക് മറ്റും തോന്നിയിട്ടുള്ളത് മുസ്ലിം സമുദായം എൻ്റയർ മുസ്ലിം സമുദായം കുംഭമേള എതിർത്തിട്ടില്ല. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന തങ്ങള്, കോയ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ വരേണ്യവർഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ, ലീഗ് മിക്കവാറും ഒരു വരേണ്യവർഗത്തിൻ്റെ പാർട്ടിയാണ്. ആ വിഭാഗത്തിൽപ്പെട്ടവരാരും കുംഭമേള എതിർത്തിട്ടില്ല. പക്ഷേ SDPI തുടങ്ങിയിട്ടുള്ള പിന്നാക്ക സമുദായത്തിലും മുസ്ലിം സമുദായങ്ങൾ ഇതിനെ ഒരു എതിർക്കുന്നൊരു സമീപനം കൂടി ഇതിന് ഭാഗമായിട്ട് കാണുന്നുണ്ട്.
അതെങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റും? അതിപ്പോൾ നമ്മൾ കേരളത്തിലെ ഒരു കാര്യം എടുത്ത് നോക്കുക. കേരളത്തിലെ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് നോക്കുക, മുസ്ലിം ലീഗിനെ എടുത്ത് നോക്കുക. ഞാൻ കേരളത്തിലെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഒരു മതേതര പാർട്ടി പ്രയോഗത്തിൽ, പേരിൽ മുസ്ലിം എന്നുണ്ടെങ്കിലും പ്രയോഗത്തിൽ ഒരു മതേതര പാർട്ടിയായിട്ട് കാണുന്നത് മുസ്ലിം ലീഗിനെയാണ്. കാര്യം അവരെടുത്ത ഓരോ ഘട്ടത്തിലെടുത്ത നിലപാടുകൾ എന്തുകൊണ്ട് SDPയും അതുപോലെ തീവ്ര സ്വഭാവമുള്ള സംഘടനകളും മുസ്ലിം സമുദായത്തിലുണ്ടാകുന്നു, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടെടുക്കുകയും മുഖ്യധാരയോട് ചേർന്ന് പോവുകയും ഒക്കെ ചെയ്യുന്ന, എന്നാൽ മുസ്ലിം ലീഗ് എന്ന മുസ്ലിം നാമം ധരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടും വളരെ അവർ കാപട്യം കാണിക്കുന്നില്ല. ഇപ്പം CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അല്ലെ BJP ആണെങ്കിലും എല്ലാവരും അവർ ഈ മതേതരവും മറ്റ് സംഗതികളും ഒക്കെ പറയുന്ന സമയത്ത് ഉൾക്കൊള്ള ഇൻക്ലൂസിവിറ്റിയൊക്കെ പറയുമ്പോഴും അതിലൊരു ഒരു കാപട്യത്തിൻ്റെ അംശമുണ്ട്. മുസ്ലിം ലീഗാണ് കാപട്യമില്ലാതെ അവർ ഒരു മുന്നണിയിൽ ചേരുകയും അതോടൊപ്പം തന്നെ മുഖ്യധാരയുമായിട്ട് ചേർന്ന് നിൽക്കുകയും തീവ്ര സ്വഭാവത്തിലേക്ക് പോകാതെ അവരും സമ്മർദ്ദത്തിലാണ്. ഇപ്പൊ ഈ SDPയുടെ ആണെങ്കിലും നേരത്തെ പിന്നെ അതെ SDP PDP തുടങ്ങിയിട്ടുള്ള എല്ലാ പാർട്ടികളും സമ്മർദ്ദ വെൽഫെയർ പാർട്ടി 100,000 പാർട്ടികൾ ഇപ്പൊ അതിനകത്തുണ്ട്. അതെ അതെ. അപ്പൊ അതൊക്കെ വന്നപ്പോഴും അവർക്ക് കുറെ സമ്മർദ്ദം ഉണ്ടായെങ്കിൽ പോലും അതിനെ അവർ അതിജീവിച്ച് നിൽക്കുന്നു. ആ അതിജീവിച്ച് നിൽക്കുന്നത് വാസ്തവം പറഞ്ഞാൽ അവരുടെ ഒരു മതേതര സ്വഭാവം തന്നെയാണ്. അതിനെ വളരെ പ്രശംസിക്കേണ്ട ഒരു ഘടകമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ മമതാ ബാനർജി എതിർക്കുന്നതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ പിന്നാക്ക സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ SDP തുടങ്ങിയിട്ടുള്ളവർ എതിർക്കുന്നതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കാം. പക്ഷേ മഹാത്മാഗാന്ധി നമ്മുടെ കുംഭമേളയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രംഗപ്രവേശനം അവിടെ നിന്നാണ്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഖാർഗെ ഇതിനെ എതിർക്കുന്നത്? അദ്ദേഹത്തിന് ഗാന്ധി അറിയില്ല. ഗാന്ധിജി എന്തുകൊണ്ടാണ് ഞാനൊരു സനാതന ഹിന്ദുവാണെന്ന് അദ്ദേഹം പറഞ്ഞത്? അതെ, അതായത് ഒരു ഗാന്ധിജിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഗാന്ധിജി ആശ്രമത്തിൽ നഗ്നനായി നിന്ന് കുളിച്ചത്, സ്നാനം ചെയ്തത്? അതെ, അതിനെ വലിയ ഒരുപാട് ബുദ്ധിജീവികളും വിദേശ എഴുത്തുകാരും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു രതിവൈകൃതമായിട്ടും മറ്റേ സംഗതിയായിട്ടൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതേപോലെ ആഭയും മനുവുമായി ഒപ്പം തന്നെ നഗ്നനായി കിടന്നുറങ്ങുന്നതും ഒക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പം ലൂയി ഫിഷറിൻ്റെ ആത്മകഥയുണ്ട്, മനോഹരമായ ആത്മകഥകളിൽ ഒന്നാണത്. അപ്പം അതിനകത്ത് പറയുന്നുണ്ട് ഇദ്ദേഹം ആ 2 കുട്ടികളുടെ അടുക്കൊരു അമ്മയായിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു തലം ഗാന്ധിജിയുടെ മനസ്സിലാക്കണമെങ്കിൽ ഗാന്ധിജിക്ക് ഈ തൻ്റെ ലിംഗബോധത്തെ അതിജീവിക്കുന്ന ട്രാൻസെൻഡ് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഇപ്പം നമ്മുടെ കുംഭമേളയിൽ നമ്മൾ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ സ്ത്രീ പുരുഷൻ എന്നുള്ള ബോധം എത്ര വലിയ ബുദ്ധിജീവിയാണെങ്കിലും ഇല്ലാണ്ടാവും. കാര്യം അവിടെ നഗ്നത പ്രശ്നമല്ല, നഗ്നത ഇല്ല അവിടെ. അവിടെ നമ്മൾ ഇപ്പം പിന്നെ പെൺകുട്ടികള്, യുവതികള്, മുതിർന്നവര്, ആണുങ്ങള്, നാഗസന്യാസിമാര് എല്ലാവരും ഒരുമിച്ച് അവിടെ വന്ന് കുളിക്കുന്നു, അവർ വസ്ത്രം മാറുന്നു, അവരുടെ നഗ്നത പരസ്യമാവുന്നു. ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, പരസ്യം നോക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ആ വിഷയം വരുന്നില്ല. ഞാൻ കുംഭമേളയിൽ പോയിട്ടുണ്ട്, എനിക്കത് ഒട്ടും തോന്നിയിട്ടില്ല വാസ്തവത്തിൽ. അത് ഏത് മനുഷ്യനാണെങ്കിലും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ സ്ത്രീ പുരുഷൻ ശരീരം ഇതിന്റെ ഒരു ലിംഗ വ്യത്യാസത്തിന്റെ ഒരു ബോധത്തിൽ നിന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിവിടെ ഭയങ്കരമായിട്ട് ഇവിടെ എന്താ പറയുക, ജെൻഡർ ഇക്വാളിറ്റി, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒന്നിച്ച് വ്യായാമം ചെയ്യാമോ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവുന്നത് ഈ ഒരു സംഗതിയെ നമ്മൾ ട്രാൻസെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ വെറും ഒരു പരിമിതമായ ശരീരബോധത്തിൽ നിന്ന് ഉയർന്ന് മറ്റൊരു തലത്തിലേക്ക് ഏത് പാമരനും ഏത് രതിവൈകൃതമുള്ള വ്യക്തിയാണെങ്കിലും മാറുന്നു. അതെ അതെ അതെ. ഈ ഒരു സത്യത്തെ രാഷ്ട്രീയക്കാർക്ക്, അതാണ് ഇന്ത്യൻ ദർശനം മുമ്പോട്ട് വയ്ക്കുന്നത്. അത് ഗാന്ധിജിക്ക് മനസ്സിലായി. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിൽ പ്രയോഗിച്ചതും അത് തന്നെയാണ്. ദേശീയ സമരത്തിൽ പ്രയോഗിച്ച മരുന്ന് എന്ന് പറയുന്നത് ഈ മണ്ണിലെടുത്ത ഈ മണ്ണിന്റെ ദർശനത്തെയാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അതിന്റെ സർഗാത്മകതയാണ് ദേശീയ സമരത്തിൽ കണ്ടത്. ആ ഗാന്ധിജിയെ ഖാർഗെയ്ക്കും അറിയില്ല, നെഹ്റുവിനും മനസ്സിലായില്ല. നെഹ്റു മനസ്സിലാക്കാത്തതാണോ, മനഃപൂർവ്വം മനസ്സിലായില്ല എന്ന് ധരിപ്പിച്ചതാണോ അറിയില്ല. ഇല്ല, നെഹ്റുവിന് ഒരു വിഗ്രഹാരാധനയായിരുന്നു. ആ വിഗ്രഹാരാധന ഒരുപക്ഷെ പട്ടേലിന് ഉണ്ടായിട്ടുണ്ടാവും, നെഹ്റുവിന് വിഗ്രഹാരാധന ഉണ്ടായിരുന്നോ? അല്ല, എങ്കിലും ഒരു ആരാധന ഉണ്ടായിരുന്നു, അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിക്കത് തോന്നിയത് നെഹ്റുവിന് ഇദ്ദേഹത്തെ ഹൗ ടു യൂട്ടിലൈസ് എന്നുള്ളൊരു പോളിസിയിലായിരുന്നു. അതും അദ്ദേഹം ഉണ്ടാവാം, പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് നെഹ്റു എന്ന് പറയുന്നത് പുള്ളി ഒരു വൈകാരിക ജീവിയായിരുന്നു. നെഹ്റു എന്ന് പറയുന്നത് വികാരത്തിന് അടിപ്പെട്ടൊരു ജീവിയാണ്. ഈ വികാരത്തിനെ ചവിട്ടുപടിയാക്കിയിട്ട്, വികാരത്തിനെ സോപാനമാക്കിയിട്ട് എങ്ങനെ വികാരത്തെ മറികടക്കാം എന്നുള്ളതാണ് ഈ ദർശനം മുമ്പോട്ട് വയ്ക്കുന്നത്. അവിടെയാണ് ഗാന്ധിജി വിജയിക്കുന്നത്, അവിടെയാണ് ഗാന്ധിജി സർഗാത്മകമാകുന്നത്.
അതെ അതെ മനസ്സിലായില്ലേ? അതെ ആ ഗാന്ധിജിയെ ആണ് നെഹ്റുവിന് മനസ്സിലാകാതിരുന്നതും കോൺഗ്രസിന് പിന്നെ മനസ്സിലാകാതിരുന്നതും ഖാർഗെക്ക് മനസ്സിലാകാത്തതും രാഹുൽ ഗാന്ധിയൊക്കെ അപ്പോൾ ശ്രമിച്ചു. സ്വാഭാവികമായിട്ട് ഇന്ത്യയെ മനസ്സിലാക്കാൻ പ്രയാസമുള്ളവർക്കൊന്നും ഗാന്ധിജിയെ മനസ്സിലാവില്ല. അങ്ങനെ വിചാരിച്ചാൽ മതിയല്ലോ. തീർച്ചയായിട്ടും ഒരു സത്യത്തിൽ സംശയം വേണ്ട അങ്ങനെയാണ്. കാര്യം. കാരണം ഭാരതത്തെ കൃത്യമായിട്ട് വിവക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് മഹാത്മാഗാന്ധി. ഒരു സംശയം വേണ്ട. അതെ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഹിറ്റ്ലറിന് എഴുതിയ കത്ത് വായിക്കണം. അതെ, കത്തുണ്ട്. ആ ഹിറ്റ്ലറോടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആ ഒരു ദർശനത്തിന്റെ ആ സ്ഫുരണം അറിയണമെന്നുണ്ടെങ്കിൽ ആ ഹിറ്റ്ലറിനെ ആദ്യം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന വാക്കുകൾ വായിച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഹിറ്റ്ലറെയാണെന്ന് ആലോചിച്ച് നോക്കണം. അതെ 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 അല്ലേ? അതെ, തീർച്ചയായും. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ അവർ നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിജി ദേശീയ സ്വാതന്ത്ര്യ സമരം നയിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് 42 വരെ ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞില്ല? കാര്യം ഈ ഭൂമി അദ്ദേഹത്തിന്റെ മൊത്തം ഒരു നിർഭയത അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആ വ്യവഹാരങ്ങളിൽ എല്ലാത്തിനും കാണാൻ സാധിക്കുക. മനുഷ്യ പേടിയിൽ നിന്ന് പുറത്തു വരുന്നു. അതെ, പേടിയിൽ നിന്ന് പുറത്തു വന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ദർശനത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങളിലെ പേടിയെ മാറ്റാമെന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പൊ കേരളത്തിൽ മലയാളിക്ക് തന്നെ മനസ്സിലാവുന്ന വൈക്കം സത്യാഗ്രഹത്തിൽ എങ്ങനെയാണ് ജോർജ് തോമസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായിട്ടുള്ള ആളോട് നിങ്ങൾ വൈക്കം സത്യാഗ്രഹത്തിൽ മാറി നിൽക്കണം എന്ന് ആവശ്യപ്പെട്ട് മഹാത്മാഗാന്ധിയാണ്. നിർഭയതയുടെ ലക്ഷണമാണ്. തീർച്ചയായിട്ടും. കാര്യം അത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ ഇതിനെ വളച്ചൊടിക്കാൻ താല്പര്യമുള്ള തൽപര കക്ഷികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആയുധമാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ സർഗാത്മകത. ഞാൻ പ്രായോഗികതയല്ല ഉപയോഗിക്കുന്നത്. അതെ, സർഗാത്മകതയാണ്. അല്ല, ശരിക്കും സത്യത്തിൽ കുംഭമേളയിൽ അത് തന്നെയാണ് കണ്ടത്. മഹാത്മാഗാന്ധി പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആദ്യം വരുമ്പോൾ കുംഭമേളയ്ക്ക് വന്നിട്ട് അവിടുന്ന് കുളിച്ചെനിക്ക് മോക്ഷം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല ഞാൻ വന്നത്. പക്ഷേ 17.5 ലക്ഷം ആളുകൾ ഒരേ മനസ്സോട് വികാരത്തോടെ അവിടെ മുങ്ങിയ സമയത്ത് ഞാനും ആ വികാരത്തിൽ പങ്കാളിയായി. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് വ്യക്തമായിട്ട്. ഗാന്ധിജിയെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സംസ്കൃതിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കാത്തതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ. കോൺഗ്രസ് ആണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും എല്ലാവരും ഗാന്ധിജി അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഗാന്ധിജി എന്താണെന്ന് അറിയുന്നില്ല. അറിയുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം.